السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇമാം അൽ ബുഖാരി റഹിമഹുള്ളയുടെ പ്രശസ്തമായ ഹദീസ് ഗ്രന്ഥം അൽ അദബുൽ മുഫ്രദ്, അതിൻ്റെ വിശദീകരണത്തിൽ അടുത്ത ബാബു അർ-റിഫ്ഖി, സൗമ്യത കാണിക്കുന്നതിൻ്റെ, അതുപോലെ തന്നെ കാരുണ്യം കാണിക്കുന്നതിൻ്റെ. റിഫ്ഖ് എന്ന് പറഞ്ഞാൽ സൗമ്യത, ഒരു കാര്യത്തിൽ ആ ഒരു വിനയത്തോടു കൂടിയും സൗമ്യതയോടു കൂടിയും ഒരു കാര്യം ചെയ്യുന്നതിനാണ് റിഫ്ഖ് എന്ന് പറയുന്നത്. അൻ ആയിഷത സൗജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, دخل رهط من اليهود على رسول الله صلى الله عليه وسلم. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സംഘം ജൂതന്മാർ, കുറച്ച് ആളുകൾ വന്നു നബിയുടെ അടുക്കൽ. അന്ന് മദീനയിൽ തന്നെ ജൂതന്മാർ താമസിക്കുന്നുണ്ട്, യഹൂദികൾ താമസിക്കുന്നത്. ബനു ഖുറൈള, കുറച്ച് അപ്പുറത്ത് ബനു നദീർ, അവരുമായിട്ടെല്ലാം കരാറിലായിക്കൊണ്ട്, സമാധാന കരാറിലായിക്കൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ മദീനത്ത് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വരാറുണ്ട്, അതുപോലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സംഘം വന്നു. ഫഖാലു, അവർ വന്നപ്പോൾ പറഞ്ഞു, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും എന്നുള്ളതിന് പകരമായിട്ട്, എന്നാൽ കേൾക്കുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റാതെ അസ്സലാമു അലൈക്കും എന്ന് അവർ പറഞ്ഞു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാറുണ്ടായിരുന്നു. ഇതിൽ അസ്സലാമു എന്ന് പറഞ്ഞതിന് അർത്ഥം മരണം എന്നാണ്. നിങ്ങൾക്ക് മരണമുണ്ടാകട്ടെ എന്നാണ് അവർ പറയുന്നത്, അവർ ഉദ്ദേശിക്കുന്നത് അതാണ്. എന്നാൽ കേൾക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അസ്സാം എന്ന് വേഗത്തിൽ പറഞ്ഞ് അവർ പറയാറുണ്ട്. ഖാലത്ത് ആയിഷതു, ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ, വീട്ടിലായിരിക്കാം, ആയിഷ റളിയല്ലാഹു അൻഹ അകത്തുണ്ട്, ഇവർ വന്നിട്ട് ഇതോർക്കെ പറഞ്ഞ് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫഫഹിംതുഹാ, എനിക്ക് മനസ്സിലായി അവർ പറഞ്ഞത് എന്തല്ല, അസ്സലാമു അലൈക്കും എന്നല്ല അവർ പറഞ്ഞിട്ടുള്ളത്, അസ്സലാമു അലൈക്കും, അവരുടെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണം ഉണ്ടാകട്ടെ എന്നുള്ളതാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഫഖുൽതു, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അപ്പോൾ ഞാൻ പറഞ്ഞു, അലൈക്കും അസ്സലാമു വല്ലഅനതു, നിങ്ങളുടെ മേൽ മരണവും അതുപോലെ തന്നെ ശാപവും, അള്ളാഹുവിന്റെ ശാപവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഇത് കേട്ടപ്പോൾ പറയുകയുണ്ടായി. ഖാലത്ത് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹ്ലൻ യാ ആയിഷ, ആയിഷ ഒന്ന് സാവകാശത്തിലാക്ക് എന്ന് നിലക്ക് പറഞ്ഞു. ഇന്ന അല്ലാഹ യുഹിബ്ബു റിഫ്ഖ ഫിൽ അംരി കുല്ലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല റിഫ്ഖിനെ ഇഷ്ടപ്പെടുന്നു, അഥവാ ഏത് സൗമ്യതയെ ഇഷ്ടപ്പെടുന്നു, ഫിൽ അംരി കുല്ലിഹി, എല്ലാ കാര്യത്തിലും. ഏതൊരു കാര്യം ഒരു മുസ്ലിം ചെയ്യുകയാണെങ്കിലും അത് സൗമ്യതയോടുകൂടി, അത് അതിൻ്റെതായ ആ ഒരു വിനയത്തോടും കാരുണ്യത്തോടും കൂടി എല്ലാം ചെയ്യുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറയാം. സ്വാഭാവികമായിട്ടും ആയിഷ ബീവി ആ സമയത്ത് പറഞ്ഞു, ഫഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അവലം തസ്മഅ മാ ഖാലു, നിങ്ങൾ കേട്ടില്ലേ അവരെന്താ പറഞ്ഞത് എന്ന്, അവർ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ എന്ന് ചോദിച്ചു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് ഖുൽതു വഅലൈക്കും, ഞാൻ പറഞ്ഞു വഅലൈക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതായത് തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാറുള്ളത് എന്താണ്, വഅലൈക്കും എന്നാണ്. സൂറത്തുൽ മുജാദിലയിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം അറിയിക്കുന്നുണ്ട്, അവരിങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത് അലൈക്കും, നിങ്ങൾക്കും അങ്ങനെ തന്നെ എന്നുള്ളതാണ്. അപ്പോൾ ആ പറഞ്ഞതിന് മറുപടിയുമായി, എന്നാൽ അതിന് വിടാതെ ഏറ്റവും നല്ല രീതിയിൽ പറയുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി.
ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്തായ സ്വഭാവത്തെ അറിയിക്കുന്ന, ഏതൊരാളുകളോടും ഇടപഴകുമ്പോൾ അവിടുന്ന് കാണിച്ചിരുന്ന റിഫ്ഖിനെ മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞത് നന്നായി, അങ്ങനെ തന്നെയാണ് പറയേണ്ടത് എന്നൊക്കെ ആയിഷ ബിവിയോട് പറയാം, അത് പ്രോത്സാഹിപ്പിക്കാം. പക്ഷേ തന്റെ ഭാര്യയും അതുപോലെ തന്നെ ഈ ഉമ്മത്തിനെ മുഴുവനായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന രീതിയാണ്, ഒരു കാര്യത്തെ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഇടപെടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ റിഫ്ഖോടുകൂടിയായിരിക്കണം ആ കാര്യങ്ങൾ പറയേണ്ടതും ചെയ്യേണ്ടതും. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് ദഅവത്തിന്റെ മേഖലയിലാവട്ടെ, കുടുംബ മേഖലയിലാവട്ടെ, അയൽപക്ക വിഷയങ്ങളിലാവട്ടെ, കച്ചവടത്തിലാവട്ടെ, മുസ്ലിമീങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇത് ജീവിതത്തിൽ പകർത്തിയിരുന്നു എങ്കിൽ ഒരുപാട് ഖൈറുകൾ അതുകൊണ്ടുണ്ടാകുമായിരുന്നു. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പല കുടുംബ ബന്ധങ്ങൾ തകരാനും അല്ലെങ്കിൽ ദഅവ മേഖലയിൽ പല ആളുകളും ഹക്കിനെ അംഗീകരിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാകാനും, പല കച്ചവടത്തിൽ പങ്കുചേർന്നിട്ടുള്ള ആളുകൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനും എല്ലാം കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ളത് ഈ റിഫ്ഖ് ഇല്ലായ്മയാണ്. ഇടപഴകുന്നിടത്തും സംസാരിക്കുന്നിടത്തുമെല്ലാം ഈ ഒരു സൗമ്യത പുലർത്താത്തത് കൊണ്ട് വലിയ നഷ്ടങ്ങൾ പലരിലും ഉണ്ടായതായി ചിലപ്പോൾ നമുക്ക് അനുഭവം ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മളത് കണ്ടും കേട്ടുമെല്ലാം ഉള്ള ആളുകളാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. ഏതൊരു കാര്യത്തിലും റിഫ്ഖ് ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ഈ ഹദീസിലെ മറ്റൊരു പാഠാണ്. കാരണം അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടാവും? ഒരു മുസ്ലിം ഉണ്ടാവില്ല. എല്ലാവരും അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ ആഗ്രഹിക്കും. ആ ഇഷ്ടമുള്ള കർമ്മങ്ങൾ സഹാബികൾ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാറുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവം എന്താണ്, ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം എന്താണ്, ആവർത്തിച്ച് ചോദിക്കാറുണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടം നേടിത്തരുന്ന ഒരു കാര്യമാണ് റിഫ്ഖ് ഉണ്ടാവുക എന്നുള്ളത്, സൗമ്യമായിട്ട് എല്ലാ വിഷയങ്ങളിലും ഇടപഴകുക എന്നുള്ളത്. അത് ഇല്ലാത്തവർ പരിശീലിക്കേണ്ടതും ഉള്ളവർ അത് നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. അടുത്ത ഹദീസ് ഈ ബാബിൽ അൻ ജരീർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യുഹ്രിമു الرزق يحرم الخير. ആർക്കാണോ റിഫ്ഖ്, മൻ യുഹ്റമു الرزق يحرم الخير, ആർക്കാണോ റിഫ്ഖ് തടയപ്പെടുന്നത് അവൻ എല്ലാ ഖൈറുകളും തടയപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതായത് ഒരാൾക്ക് റിഫ്ഖ് കാണിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള തൗഫീഖ് അവന് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ അവന് കഴിയുന്നില്ല എങ്കിൽ അവന് ഖൈറുകൾ തടയപ്പെട്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്. അതായത് പല കാര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ ഇന്നത് നൽകും, ഒരാൾക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ ഇന്നതുണ്ടാകും, ഒരാൾക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ ഇന്നത് ലഭിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരാൾക്ക് ഫിഖ് ദീനിൽ ഇൽമ് നൽകുന്നത് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു ധാരാളം കാര്യങ്ങൾ അങ്ങനെ ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഖൈറിനെ തടയുന്ന കാര്യങ്ങളിൽ പെട്ടതായിട്ട് മവാനിഉൽ ഖൈറും വന്നിട്ടുണ്ട്. ഖൈറിനെ തടയുന്ന കസ്ല് മവാനിഉൽ ഖൈറാണ്. ജുബ്ന് ഭീരുത്വം ഖൈറിനെ തടയുന്ന കാര്യങ്ങൾ 8 കാര്യങ്ങളോളം ഖൈറിനെ തടയുന്നതായി പ്രത്യേകം വന്നിട്ടുണ്ട്. പല കാര്യങ്ങളായിട്ട് 8 കാര്യങ്ങളോളം എണ്ണി പറഞ്ഞിട്ടുണ്ട്. ദുഃഖം, അതുപോലെ തന്നെ ഭയം, അതുപോലെ ഈ ഭീരുത്വം, മടി, അലസത, അങ്ങനെ തുടങ്ങിയ കുറെ കാര്യങ്ങൾ. അപ്പോ ഖൈറിനെ തടയുന്ന കാര്യമായിക്കൊണ്ടാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, റിഫ്ഖ് തടയപ്പെടുക എന്നുള്ളത്. സൗമ്യതയോടുകൂടി കാര്യങ്ങളിൽ ഇടപഴകാൻ സാധിക്കാതിരിക്കുക എന്നുള്ളത്, റിഫ്ഖ് തടയപ്പെടുക എന്നുള്ളത് ഖൈറിനെ തടയുന്ന ഒരു അടയാളമാണ്. നമുക്ക് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇതിന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണമുണ്ട്. എന്താണത്? ഉഹദ് യുദ്ധ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കാൻ പറഞ്ഞ സ്ഥലത്ത് നിൽക്കാതെ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ചില സഹാബികൾ, അതിന്റെ അനന്തരഫലമായിട്ട് മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായ നഷ്ടം വളരെ വലുതാണ്. 70ഓളം മുസ്ലിമീങ്ങൾ വധിക്കപ്പെട്ടു, ധാരാളം പേർക്ക് പരിക്കേറ്റു, അതുപോലെ ധാരാളം നഷ്ടങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്ത് ചെയ്യാം? പറഞ്ഞത് കേൾക്കാതെ എന്ന സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തന്നെ അപകടം പറ്റിയിട്ടുണ്ട്. നമുക്കാണ് പല്ല് പൊട്ടിയിട്ടുണ്ട്, മുഖത്ത് മുറിവേറ്റിട്ടുണ്ട്, അതുപോലെ തന്നെ ചോര ഒലിച്ചിട്ടുണ്ട്, അതുപോലെ പല മുറിവുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പല സഹാബികൾക്കും വളരെ കഠിനമായ ബുദ്ധിമുട്ടുകളും അത് പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? താൻ പറഞ്ഞത് കേട്ടില്ല എന്നതിന്റെ പേരിൽ ആ ആളുകളോട്, സഹാബികളോട് പരിശുദ്ധ സ്വഭാവത്തിൽ
ഒരു സൗമ്യതയില്ലാതെ കഠിനമായിട്ട് പെരുമാറുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. അള്ളാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നോക്കൂ, മൊത്തമായിട്ടും വിശേഷങ്ങളുടെ മൊത്തത്തിലുള്ള കാര്യമായിട്ട് പറയാണ്. സൂറത്തുൽ ആലി ഇംറാനിലെ 159 ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലൗ കുൻത ഫദ്ദൻ ഗലീബൽ ഖൽബ് ലം ഫദ്ദു മിൻ ഹൗലിക്. നീ എങ്ങാനും പരുഷ സ്വഭാവമുള്ള കഠിന ഹൃദയമുള്ള ഒരാളായിരുന്നുവെങ്കിൽ നിന്റെ അടുക്കൽ നിന്ന് നിന്റെ ഒപ്പമുള്ള സഹാബികൾ അവരെല്ലാം ദൂരെ പോകുമായിരുന്നു എന്ന് അള്ളാഹു തആല പറയാണ്. അപ്പോ ആളുകളെ ഒരുമിപ്പിക്കുക, ഹക്കിൽ ഒരുമിപ്പിക്കുക, ഖൈറിൽ ഒരുമിപ്പിക്കുക എന്നുള്ളതിന് അങ്ങനെ ചെയ്യുന്ന ഒരു നേതാവിനും അതുപോലെ തന്നെ അത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രബോധകനും ഒരു ആലിമിനും പണ്ഡിതനും എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു കുടുംബം ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആളാണ് കുടുംബനാഥൻ. ആ കുടുംബനാഥൻ ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റി, ഒരു സംഘത്തെ കൊണ്ടു നടക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് റിഫ്ഖ് എന്നുള്ളത്. എന്നാൽ മാത്രമേ ആ ഹക്കിലും ഖൈറിലും നന്മയിലുമായിക്കൊണ്ട് ആളുകൾ അവരോടൊപ്പം നിൽക്കുകയുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ചും എല്ലാ മേഖലയിലും, പ്രത്യേകിച്ച് ദീനിന്റെ മേഖലയിൽ, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഇതൊന്നും നമ്മൾ പരിശീലിച്ചു കൊണ്ടുവന്നാൽ വലിയ ഖൈറുകൾ അതിന്റെ ഫലമായിട്ട് ഉണ്ടാകും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണം കൊണ്ട് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിൽക്കുകയുണ്ടായി. അതുപോലെ ഈ ഇസ്ലാം സ്വീകരിക്കാൻ വരെ കാരണമായിട്ടുണ്ട്. സുമാമ റളിയല്ലാഹു അൻഹയുടെ എല്ലാം ചരിത്രം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വെറുപ്പുണ്ടായിരുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഓരോന്ന് പറഞ്ഞു പരത്തിയിരുന്ന, വധിക്കാൻ ലക്ഷ്യം വെച്ച് നടന്നിരുന്ന വ്യക്തിയായിരുന്നു സുമാമ. അങ്ങനെ സുമാമയെ കണ്ടാൽ കൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിധിച്ചിട്ടുമുണ്ട്. അങ്ങനെ സഹാബികൾക്ക് സുമാമയെ പിടികൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തിച്ചപ്പോൾ 3 ദിവസം മസ്ജിദിൽ ബന്ധിതനായി നിർത്താൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവവും ഇടപഴകലും ഖുർആനും എല്ലാം കേട്ട് 3ാമത്തെ ദിവസം കഴിഞ്ഞ് പോകുമ്പോഴേക്കും ആ വ്യക്തി തിരിച്ചു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന വാക്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്വഭാവ ഗുണം ഇന്ന് മുസ്ലിമീങ്ങളിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മൾ ഓരോരുത്തരിലും അത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയും വേണം. മറ്റൊരു ഹദീസ്, عن أبي الدرداء رضي الله عنه عن النبي صلى الله عليه وسلم قال من أعطي حظه من الرفق. ആർക്കാണോ റിഫ്ഖിൽ നിന്ന് അഥവാ ഈ സൗമ്യതയുള്ള ഈ സ്വഭാവത്തിൽ നിന്ന് അതിന്റെ ഒരു ഓഹരി, ഹബ്ബ് എന്ന് പറയുന്ന ഒരു ഓഹരി ആർക്കാണോ നൽകപ്പെടുന്നത്, ലഭിക്കുന്നത്, ഫഖദ് ഉഅതിയ ഹബ്ബഹു മിനൽ ഖൈർ, അവന് ലഭിച്ചിട്ടുള്ളത് നന്മയിൽ നിന്നുള്ള ഒരു ഓഹരിയാണ്. റിഫ്ഖിനെ നന്മയിൽ നിന്നുള്ള ഒരു ഓഹരിയാണ്. വമൻ ഹരിമ ഹബ്ബഹു മിനൽ റിഫ്ഖ്, ആർക്കാണോ ഈ റിഫ്ഖിൽ നിന്നുള്ള ഓഹരി തടയപ്പെടുന്നത്, ഫഖദ് ഹരിമ ഹബ്ബഹു മിനൽ ഖൈർ, അവന് തടയപ്പെടുന്നത് ഖൈറിൽ നിന്നുള്ള ഒരു ഓഹരിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. അതായത് നന്മയാണ്. ഇടപഴകലുകളിൽ, സംസാരങ്ങളിൽ എല്ലാം ഈ സൗമ്യത ഉണ്ടാവും. ചില ആളുകൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു റിഫ്ഖും ഉണ്ടാവില്ല. ഏത് നിസ്സാരമായ കാര്യം സംസാരിക്കുകയാണെങ്കിലും പരുഷ സ്വഭാവത്തിലും ആ രീതിയിലുള്ള സംസാരത്തിലായിരിക്കും പെരുമാറുക. അപ്പോൾ അത് ഒരിക്കലും മുസ്ലിമിന് ഉണ്ടായിരിക്കേണ്ട ഗുണമല്ല, മുസ്ലിം മാറ്റിയെടുക്കേണ്ട ഗുണമാണ്. ഖൈറാണ് റിഫ്ഖ് ഉണ്ടാവുക എന്നുള്ളത്. എന്നിട്ട് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഫ്ഖലു ഷൈഇൻ ഫി മീസാനിൽ മുഅ്മിൻ യൗമൽ ഖിയാമ ഹുസ്നുൽ ഖുലുഖ്. നാളെ മീസാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിക്കുന്ന മീസാനിൽ കർമ്മങ്ങൾ തൂക്കുമ്പോൾ അതിൽ ഏറ്റവും കനം തൂങ്ങുന്ന കർമ്മങ്ങളിൽ ഒന്ന് സൽസ്വഭാവമാണ് എന്നാണ്. സൽസ്വഭാവത്തിൽപ്പെട്ടതാണ് സൗമ്യത ഉണ്ടാവുക എന്നുള്ളത്. സൽസ്വഭാവമാണ്. وَإِنَّ اللَّهَ لَيَبْغِضُ الْفَاحِشَ الْبَذِيءَ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹു തആല വെറുക്കുന്നു, കോപിക്കുന്നു ഫാഹിഷ്, മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങൾ അത് സംസാരിക്കുന്നവർ, മ്ലേച്ഛമായിട്ട് ദിനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ നിലക്കുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നവർ. ബദീ എന്ന് പറഞ്ഞാൽ ആ നിലക്കും മോശപ്പെട്ട ഏത് സംസാരം സംസാരിക്കുന്ന ആളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്നു, അവരോട് കോപിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതായത് ഒരാളുടെ സ്വഭാവത്തിനെ അളക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അയാളുടെ നാവാണ്. അയാൾ എന്താണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് ആളുകളോട് ഇടപഴകുന്നത് എന്നുള്ളതാണ് ഒരാളുടെ സ്വഭാവത്തെ അളക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ആ മാർഗത്തിൽ നല്ലത് പറയുന്ന, സൗമ്യത കാണിക്കുന്ന ആളാണെങ്കിൽ അവൻ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായി തീരും.
എന്നാൽ ഏത് സമയത്തും മ്ലേച്ഛതകൾ, ചില ആളുകളെ കാണാം അവരെന്ത് സംസാരിക്കുമ്പോഴും ഇതുപോലെയുള്ള ജിനയുമായി, ഫാഹിഷ എന്നുള്ള മൊത്തത്തിൽ പറയുന്ന അർത്ഥം ജിനയുമായി ബന്ധപ്പെട്ട സംസാരങ്ങളാണ്. അങ്ങനെ സംസാരിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. മോശപ്പെട്ട കാര്യങ്ങളും അതുപോലെയുള്ള സംസാരങ്ങളും മാത്രം, അത് അല്ലാഹു വെറുക്കുന്ന കാര്യമാണ്. അടുത്ത ഹദീസ്, അൻ ആയിഷത റളിയല്ലാഹു അൻഹാ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖീലു ദിൽ ഹൈആതി അസറാതിഹിം. അഖീലു എന്ന് പറഞ്ഞാൽ ഉഫു തുർക്കു, നിങ്ങൾ ഒഴിവാക്കുക, നിങ്ങൾ ഒഴിവാക്കുക. ദവിൽ ഹൈആത്ത് എന്ന് പറഞ്ഞാൽ ഷർറ് കൊണ്ട് അറിയപ്പെട്ട ആളുകൾ, അതായത് അവരെപ്പോഴും ഷർറുമായ വിഷയമായിട്ടുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നവരും അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് അറിയപ്പെട്ട ആളുകൾ, അവരെ നിങ്ങൾ വിട്ടേക്കുക. അസറാത്തിഹിം, അവരുടെ തെറ്റുകളെയും. അതായത് ഒരു നല്ല സ്വഭാവം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം ഒരിക്കലും മോശപ്പെട്ട സ്വഭാവമുള്ള, മോശപ്പെട്ട സംസാരങ്ങൾ സംസാരിക്കുന്ന, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുമായിട്ട് കൂടിക്കലരാൻ പാടില്ല. അവരുടെ വഴിക്ക് വിട്ടേക്കുക. അവരും അവരുടെ പാപങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും അവരുടേതായ വഴിക്ക് വിട്ടുകൊടുക്കുക. അവരവരെ എന്താ ചെയ്യിക്കോട്ടെ. നമ്മൾ ഒരിക്കലും, ഒരു മുസ്ലിം ഒരിക്കലും എന്താകാൻ പാടില്ല, അതുപോലെയുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടാൻ പാടില്ല. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവരാരോടാണ് കൂട്ടുകൂടുന്നത്, ആ കൂട്ടുകൂടുന്ന കൂട്ടുകാരുടെ സ്വഭാവം എന്താണ്, പെരുമാറ്റം എന്താണ്, അവരെന്തിനെ പറ്റിയാണ് സംസാരിക്കാറുള്ളത്, ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള ആളുകളെ അവരെ വഴിക്ക് വിട്ടേക്കുക. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുമായിട്ട് ഇടപഴകി ജീവിക്കേണ്ട, അല്ലെങ്കിൽ അവരോട് കൂട്ടുകൂടേണ്ട ആവശ്യമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. وفي الحديث عن أنس بن مالك رضي الله عنه عن النبي صلى الله عليه وسلم قال, النبي صلى الله عليه وسلم പറഞ്ഞു, لا يكون الخرق في شيء إلا شانه وإن الله رفيق يحب الرفق. لا يكون الخرق, ഖുർഖ് എന്ന് പറഞ്ഞാൽ ഹംഖത്ത് അഥവാ വിഡ്ഢിത്തം, അല്ലെങ്കിൽ അതുപോലെയുള്ള ജഹ്ല്, അറിവുകേടുകൾ, അതുപോലെയുള്ള പരുഷമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യം ഏത് വിഷയത്തിലാണെങ്കിലും, ഇപ്പൊ വിഡ്ഢിത്തമോ അറിവുകേടോ പരുഷമായിട്ടുള്ള ഇടപഴകലോ പെരുമാറ്റങ്ങളോ ഒക്കെ എന്ത് കാര്യത്തിലാണെങ്കിലും ഇല്ലാ ഷാനഹു, അത് അതിനെ കുറവാക്കും. അതായത് ഒരാൾ കച്ചവടത്തിലാകട്ടെ, നിങ്ങൾ ആലോചിച്ചാൽ മതി, ഒരാൾ കച്ചവടം ചെയ്യാണ്, രണ്ടാളുകൾ കച്ചവടം ചെയ്യുന്നുണ്ട്, അടുത്തടുത്ത് ഒരേ സാധനം വിചാരിക്കാം. ഒരാളുടെ സ്വഭാവം നല്ല രീതിയിലാണ്, അയാളുടെ പെരുമാറ്റം സൗമ്യതയോടുകൂടിയുള്ളതാണ്, നല്ല രീതിയിലാണ് അയാൾ സംസാരിക്കുക. മറ്റേ ആളുടെ പെരുമാറ്റം ഏറ്റവും ഒരു മുരടൻ സ്വഭാവമാണ്, സംസാരം മോശപ്പെട്ട രീതിയിലാണ്. ഇതിലാരായിരിക്കും നമുക്ക് കണ്ട് കടയും അറിയാം. നമുക്ക് എന്തായിരിക്കും ഒരു സാധാരണക്കാരി എന്ന നിലക്ക് ആരുടെ കടയിൽ നിന്നായിരിക്കും സാധനങ്ങൾ വാങ്ങാനും അതുപോലെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുക? സൗമ്യതയുള്ള ആളുകൾ, അത് സംശയമില്ല. അതാണ് അപ്പൊ ഒരു കുടുംബജീവിതത്തിലാകട്ടെ നല്ല പരിപരിത സ്വഭാവമുള്ള ഒരാൾ, അയാളോടൊപ്പം ജീവിക്കാനാണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീ അവരോടൊപ്പം ജീവിക്കാനാണോ, അതോ നല്ല സ്വഭാവമുള്ളവരോടൊപ്പമാണോ? സ്വാഭാവികമായിട്ടും എന്താണ്, അപ്പൊ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ പോലും ഇപ്പൊ ആലോചിച്ചാൽ മതി, പല ആളുകളും ജോലി ഒഴിവാക്കുന്നത് അവരുടെ മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ മുതലാളിയോ എല്ലാം സ്വഭാവം മോശമായതിന്റെ പേര് ജോലി ഒഴിവാക്കുന്ന ആളുകളുണ്ട്. അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട്, നല്ല ശമ്പളം ബാക്കിയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ കൂടി അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പൊ ഏതൊരു കാര്യത്തിലാണോ ഈ അറിവുകേടും വിഡ്ഢിത്തവും അതുപോലെ തന്നെ ഈ ഒരു പരുഷ സ്വഭാവമെല്ലാം ഉള്ളത്, ഇല്ല ഷാനഹു, അതിന് ന്യൂനത ഉണ്ടാക്കുന്ന, അതിന് കുറവുണ്ടാക്കുന്ന ഒരവസ്ഥയാണ് അതിലുണ്ടാവുള്ളൂ. അതിലൊരു ഖൈറുണ്ടാവില്ല. എന്നിട്ട് പറയാണ്, വഇന്നല്ലാഹ റഫീഖുൻ, അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഒരു നാമമാണ് റഫീഖ് എന്നുള്ളത്. അങ്ങേയറ്റം സൗമ്യത കാണിക്കുന്നത് അള്ളാഹു തആല എന്നുള്ളത്. യുഹിബ്ബുർ റിഫ്ഖ, റിഫ്ഖിനെ അള്ളാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ സുന്നത്താണ് അള്ളാഹുവിന്റെ നാമങ്ങൾ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ, അത് സൃഷ്ടികളിൽ കാണുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അപ്പൊ ആ ഒരു സ്വഭാവം നമ്മൾ നേടിയെടുക്കണം. പലപ്പോഴും ഈ ഹദീസുകളൊക്കെ നമ്മൾ കേൾക്കും, നമ്മളൊരു ദർസിൽ കേൾക്കും, അത് കഴിഞ്ഞ് നമ്മൾ പോകും, ഇങ്ങനൊരു ഹദീസ് ഉണ്ട് കേൾക്കും, അത്രേ നമ്മളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ശരിക്കും ആലോചിക്കണം, ഈ ഹദീസുകളൊക്കെ എന്തിനാണ് വിശ്വാസം പറഞ്ഞിട്ടുള്ളത്, എന്തിനാ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? മുസ്ലിമിന്റെ സ്വഭാവം അങ്ങനെ ആകാനാണ്. അപ്പൊ നമ്മൾ ശരിക്കും നമ്മെ വിചാരണ ചെയ്യണം. എന്നിട്ട് നമ്മൾ പരിശോധിക്കണം, എന്റെ സ്വഭാവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനങ്ങളെ വെച്ച് നോക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് യോജിച്ചു വരുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് എതിരായി വരുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. എന്നിട്ട് എവിടെയൊക്കെയാണ് എനിക്ക് മാറ്റം വരുത്തേണ്ടത് പരിശോധിക്കണം. അതിന് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം.
ഇതാണ് സ്വന്തത്തിനോടുള്ള ജിഹാദിന്റെ ഒരു വശമാണത്. സ്വന്തത്തിനോട് ജിഹാദ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തത്തിനെ അള്ളാഹുവിന്റെ ദീനെ അനുസരിച്ച് രീതിയിൽ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അത് സ്വഭാവത്തിന്റെ വിഷയത്തിൽ ഇങ്ങനെ വേണം, ഇബാദത്തിന്റെ വിഷയത്തിൽ വേണം, എല്ലാ മേഖലയിലും ഈ നിലക്ക് പരിശോധിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അൽ-റിഫ്ഖ് എന്നുള്ളത്. അത് നേടിയെടുക്കാൻ പരിശ്രമിക്കണം. അടുത്തൊരു ഹദീസ് അൻ അബീ സഈദ് അൽ-ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാല അബൂ സഈദ് അൽ-ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാണ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു അശദ്ദ ഹയാഅൻ മിനൽ അദ്റാഇ ഫിൽ ഖിദ്രിഹാ. ഒരു കന്യകയായിട്ടുള്ള ഒരു പെൺകുട്ടി അവളുടെ മണിയറയിൽ എത്രത്തോളം ലജ്ജയോടുകൂടിയാണോ ഉണ്ടാവുക, അഥവാ വിവാഹത്തിന് ശേഷം അവളൊരു മണിയറയിൽ അവൾ പുരുഷനെ ഭർത്താവിനെ കാത്തു നിൽക്കുമ്പോൾ എത്രത്തോളം ലജ്ജയോടുകൂടിയാണോ ഉണ്ടാവുക, വകാന ഇത് അതുപോലെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലജ്ജ എന്നുള്ളത്. അതായത് മ്ലേച്ഛമായ കാര്യങ്ങളൊന്നും കേൾക്കാനോ കാണാനോ താല്പര്യമില്ലാത്ത അതുപോലുള്ള സംസാരങ്ങളിൽ മുഖത്തതിന്റെ മാറ്റങ്ങൾ പറയാണ് അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാണ് വകാന ഇദാ കരിഹ ശൈഅൻ അറഫ്നാഹു ഫീ വജ്ഹിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു കാര്യം വെറുക്കുന്നതായിട്ട് സംസാരിക്കുമ്പോഴോ നിൽക്കുമ്പോഴൊക്കെ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തത് കാണുമായിരുന്നു, മുഖത്തത് പ്രകടമാകുമായിരുന്നു. ഇപ്പൊ ചില ആളുകൾക്ക് ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ലജ്ജ എന്നുള്ളൊരു കാര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. വാക്കിലുമില്ല, സംസാരത്തിലുമില്ല, പ്രവർത്തനത്തിലുമില്ല. എന്തെല്ലാമാണ് ചെയ്യുന്നത് എന്ന് ഇതിപ്പോ സംസാരത്തിലോ അല്ല, ഓൺലൈനായിട്ടുള്ള ചാറ്റിങ്ങുകളിലോ അതുപോലുള്ള കാര്യങ്ങളായിക്കോട്ടെ, എല്ലായിടത്തും ലജ്ജയോടുകൂടി നിൽക്കുന്ന ഒരവസ്ഥ. കാരണം സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കാൻ ലജ്ജയില്ലായ്മ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ജീവിക്കുന്ന, അത് കാണുന്ന, അത് കേൾക്കുന്ന ആളുകൾ ലജ്ജയിൽ കുറവ് വരും. അപ്പോൾ അത് പരിഹരിക്കണമെങ്കിൽ ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയും കേൾക്കുകയും പഠിക്കുകയും അതുമായി നമ്മളെ താരതമ്യം ചെയ്യുകയും വേണം. അപ്പൊ ഇതിൽ പറയാണ് അത്രയും ലജ്ജയുള്ള, അതായത് അത്രയും ലജ്ജയോടുകൂടി മേശമായിട്ടൊന്ന് കേൾക്കാനോ കാണാനോ അങ്ങനെയൊന്നും നിൽക്കാതെ നിൽക്കുന്ന ഉള്ള സ്വഭാവത്തിനുടമയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അബൂ സഈദ് അൽ-ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പൊ അതുപോലെ ആയിരിക്കണം നമ്മുടെ സ്വഭാവം എന്ന് നാം ആഗ്രഹിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. الحديث عن عائشة رضي الله عنها قالت كنت على بعير فيه صعوبة فقال النبي صلى الله عليه وسلم ഞാൻ ഒരു ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാണ്, ഒട്ടകപ്പുറത്തായിരുന്നു. പക്ഷേ ആ ഒട്ടകത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, അഥവാ അത് ശരിക്ക് നടക്കുന്നില്ല, അല്ലെങ്കിൽ ശരിക്ക് യാത്രക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, കുറച്ച് ബുദ്ധിമുട്ടുകൾ. അപ്പൊ അതിന്റെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ദേഷ്യമെല്ലാം ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഭാഗത്ത് നിന്ന് പ്രകടിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികം ഉണ്ടാവുമല്ലോ, ഇതെന്തെങ്ങനെ ഇത് പോകുന്നില്ല നിൽക്കുന്നതൊക്കെ. അത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അലൈക ബിദ്ദിഫ്ഖ്, നീ കുറച്ച് സൗമ്യതയോടുകൂടി നീ സൗമ്യതയോടുകൂടിയുള്ള പ്രവർത്തനമാവുക, സംസാരമാവുക, സൗമ്യത ഉണ്ടാവട്ടെ, നിനക്ക് റിഫ്ഖ് ഉണ്ടാവട്ടെ. ഈ റിഫ്ഖിനെ മലയാളത്തിൽ പറയാൻ പറ്റുന്ന ഒരു വാക്കാണ് സൗമ്യത എന്നുള്ളത്. നിങ്ങൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. അതായത് ഏറ്റവും നല്ല രീതിയിൽ സ്വഭാവം കൊണ്ടും വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടുമെല്ലാം ഇടപഴകുന്നതിനാണ് റിഫ്ഖ് എന്ന് പറയുക. അപ്പൊ അങ്ങനെ പറഞ്ഞു ഫൈനഹു ലാ യകൂനു ഫി ശൈഇൻ ഇല്ലാ സാനഹു, തീർച്ച റിഫ്ഖ് ഏതൊന്നിലുണ്ടോ, ഏതൊരു കാര്യത്തിലും റിഫ്ഖോടുകൂടി ഇടപഴകിയോ അത് അതിനൊരു അലങ്കാരമായിരിക്കും, അതൊരു നല്ല അവസ്ഥയിലായിരിക്കും. വലാ യുൻസഉ മിൻ ശൈഇൻ ഇല്ലാ ശാനഹു, ഏതെങ്കിലും ഒന്നിന്ന് റിഫ്ഖ് പോയോ അത് പിന്നെ ഏറ്റവും മോശപ്പെട്ട ന്യൂനത നിറഞ്ഞ ഒരു അവസ്ഥയിലായിരിക്കും അത് ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. നമ്മൾ ആലോചിച്ചാൽ മതി. ഇപ്പൊ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ ഇടപെട്ടിട്ട് നമുക്ക് റിഫ്ഖ് ഇല്ലാതെ എടുത്തു ചാടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ നമ്മൾ പറഞ്ഞ വാക്കോ ചെയ്ത പ്രവർത്തനമൊക്കെ പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, ഖേദിക്കും. അന്ന് കുറച്ച് സൗമ്യത കാണിച്ചാൽ മതിയായിരുന്നു, കുറച്ച് നിലവണ്ണം നിന്നാൽ മതിയായിരുന്നു, അന്നങ്ങനെ സംസാരിക്കേണ്ടിയിരുന്നില്ല, അതങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. ഇങ്ങനെ ഖേദിക്കാത്തൊരു മനുഷ്യൻ ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ചെയ്തു പോയൊരു കാര്യത്തിന്റെ പേരിൽ അന്ന് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കാത്ത ഒരനുഭവമെങ്കിലും എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലും ഉണ്ടാവും. ചെയ്തൊക്കെ ശരിയാണ് എന്ന് പറയാൻ ആരുണ്ടാവും തോന്നില്ല, അല്ലാഹു അഅലം. അപ്പോ ഈ റിഫ്ഖ് എന്നുള്ളത് ഏതൊരു കാര്യത്തിലും എടുത്തു ചാടാതെ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലും പരുഷമായി നിൽക്കാതെ എല്ലാ കാര്യവും നടക്കും. നമ്മളൊക്കെ സാധാരണ പറയാറ്, ഇപ്പൊ ഒരു കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ, ഭാര്യയും ഭർത്താവും പ്രശ്നം ഉണ്ടാവുമ്പോൾ
ആ ഒരു പ്രശ്നത്തെ ഒന്ന് റിഫ്കോട് കൂടി ചെയ്തിരുന്നെങ്കിൽ അവിടെ തീർന്നിട്ടുണ്ടാവും. പക്ഷെ അതില്ലാത്തതിന്റെ പേരിൽ അത് വലിയൊരു വിഷയമായിട്ട് മാറും. അല്ലെങ്കിൽ എല്ലാ മേഖലയിലും അതിന്റെ ഒരു അനന്തര ഫലം അങ്ങനെയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ പോലും ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നത് റിഫ്കോട് കൂടി ഇടപഴകണം, അതുണ്ടായിരിക്കണം എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തൊരു ഹദീസ് عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إياكم والشح. നിങ്ങൾ സൂക്ഷിക്കുക. എന്തിനാണ് സൂക്ഷിക്കേണ്ടത്? ഷുഹിനെ. ഷുഹ് എന്ന് പറഞ്ഞാൽ പിശുക്കിന്റെ ഒരു അങ്ങേയറ്റത്തെ അവസ്ഥയാണ് ഷുഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് പിശുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം സമ്പത്ത് മറ്റാർക്കും കൊടുക്കാതെ പിടിച്ചു വെക്കലാണ്. ഷുഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സമ്പത്ത് പോവുകയും ചെയ്യരുത്, മറ്റുള്ളവരൊക്കെ ഇങ്ങോട്ട് എടുക്കും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പിശുക്കാണ്. സ്വന്തം ചെലവഴിക്കില്ല, മറ്റുള്ളവരൊക്കെ ഇങ്ങോട്ട് നേടണം, എങ്ങനെയും അതൊക്കെ എന്റേതാക്കണം എന്ന നിലക്കുണ്ടാകുന്ന പിശുക്കിന്റെ ഒരു അവസ്ഥക്കാണ് അശ്വഹ് എന്ന് പറയുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ നിങ്ങൾ സൂക്ഷിക്കണം, അത് നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ് ഫഇന്നഹു അഹ്ലക മൻ കാന ഖബ്ലകും. നിങ്ങളുടെ മുൻപുള്ളവരെ നശിപ്പിച്ചു കളഞ്ഞത് ഷുഹാണ്. അതായത് സ്വന്തം പിശുക്കുണ്ട്, മറ്റുള്ളവരെ കൂടി അത് നേടണം എന്നുള്ള ആഗ്രഹവും ആ നിലക്കുള്ള ആ ഒരു കാര്യമാണ് മുൻഗാമികളെ നശിപ്പിക്കാനുള്ള ഒരു കാരണം. എന്നിട്ട് പറയാണ് സഫകൂ ദിമാഅഹും. ഈ ഷുഹ് കാരണത്താൽ പരസ്പരം രക്തം ചെയ്യുന്ന അവസ്ഥയുണ്ടായി. വേറെ അയാളുടെ സ്വത്ത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അയാളുടെ സമ്പത്ത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അയാളെ വധിക്കുന്ന, ഉപദ്രവിക്കുന്ന, രക്തം ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. വഖതഉ അർഹാമഹും. സ്വത്ത് നേടിയെടുക്കാൻ വേണ്ടി കുടുംബബന്ധം മുറിച്ചിട്ടുണ്ട്. മുൻഗാമികളിൽ സംഭവിച്ചു പോയിട്ടുള്ളതാണ്. ഈ ഷുഹ് കയറി കഴിഞ്ഞാൽ, ഈ പിശുക്ക് കയറിയാൽ തന്നെ ഒരാളുടെ സ്വഭാവം മോശമാവും. ഇത് ഷുഹ് കൂടി ആയാലോ മറ്റുള്ളവരെ കൂടി കിട്ടുന്നതായാലോ അത് രക്തം ചീന്തുന്നതിലേക്ക് നയിക്കും. അതുപോലെ തന്നെ കുടുംബബന്ധം മുറിക്കും. പല സ്വഹാബികളും, എനിക്ക് പേര് ഓർമ്മയില്ല, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അംറാദുൽ ഖുലൂബി ശിഫാഉഹ എന്നുള്ള റിസാലയിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അതിൽ ഏതോ ഒരു സ്വഹാബി എപ്പോഴും ദുആ ചെയ്യാറുള്ളത്, തവാഫിലും മറ്റും ഒരു സഹാബി കേൾക്കേണ്ടതാണ്, എപ്പോഴും ദുആ ചെയ്യുന്നത് ഷുഹിൽ നിന്ന് രക്ഷിക്കാനാണ്, ഷുഹ് ഉണ്ടാവരുത് എന്നാണ്. അത് ചോദിച്ചപ്പോൾ ഈ ഹദീസ് ഉദ്ധരിച്ച ഒരു റിവായത്ത് ആ റിസാലയിൽ വായിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയും ഗൗരവമുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് പറയാണ് ദുൽമു എന്നുള്ളത് മറ്റൊരാളോട് അതിക്രമം പ്രവർത്തിക്കുക എന്നുള്ളത്. അതായത് ദുൽമു പറഞ്ഞാൽ നമ്മുടെ ഹക്കല്ലാത്ത ഒന്ന് നമ്മൾ എടുക്കുന്നതിനാണ് ദുൽമു എന്ന് പറയാം. ദുൽമിന്റെ താരീഫ് പറഞ്ഞു കഴിഞ്ഞാൽ വദ്ഉ ശൈഇ ഫീ ഗൈരി മൗദിഇഹി എന്നതാണ് ദുൽമിന്റെ താരീഫ്. വദ്ഉ ശൈഇ ഫീ ഗൈരി മൗദിഇഹി. ഒരു സാധനം വെക്കേണ്ടതല്ലാത്ത വേറെ സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പൊ വേറെ ആളുടെ സ്വത്തോ സമ്പത്തോ നമ്മുടെ അല്ല, അത് നമ്മുടേതാക്കാൻ എടുത്ത് വെച്ച് ശ്രമിക്കുകയാണെങ്കിൽ അത് നേടിയെടുക്കാം. കച്ചവടത്തിലൂടെ അല്ല, അല്ലാതെ രീതിയിൽ നേടിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിലോ ദുൽമാണത്. അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് കൊടുക്കേണ്ടതുണ്ട്, അത് കൊടുക്കാതിരിക്കുന്നത് ദുൽമാണ്. അപ്പൊ അള്ളാഹുവിന് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ ബാധ്യത എന്താണ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ്, തൗഹീദാണ്. അത് മറ്റൊരാൾക്ക് കൊടുക്കുന്നതിനെ ശിർക്ക് എന്ന് പറയും. അതുകൊണ്ടാണ് ശിർക്കിനെ ദുൽമുൻ എന്ന് ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ ദുൽമു എന്നുള്ളത് ദുലുമാത്തുൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ദുലുമാത്തുകൾ, ഇരുട്ടുകളായിരിക്കും. ഇന്ന് ദുനിയാവിൽ ദുൽമു ചെയ്തുകൊണ്ട് ഒരു തരി സമ്പത്താവട്ടെ, സ്ഥലമാവട്ടെ, സ്വർണമാവട്ടെ, അധികാരമാവട്ടെ, എന്ത് കാര്യം നേടിയെടുത്തിട്ടുണ്ടെങ്കിലും പരലോകത്ത് അത് ഇരുട്ടായിക്കൊണ്ട് വരുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ ഈ ഹദീസിന്റെ ഭാഗത്ത് കാണാം പിശുക്ക്, ഷുഹ് എന്ന് പറഞ്ഞാൽ പിശുക്കിന്റെ ഉന്നതമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതുണ്ടായി കഴിഞ്ഞാൽ രക്തം ചീന്തുന്ന, കുടുംബബന്ധം മുറിക്കുന്ന, ദുൽമ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നയിക്കപ്പെടും. ഇതിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് വഇയ്യാകും വൽ ഫഹ്ശ. ഫഹ്ശിനെ നിങ്ങൾ സൂക്ഷിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഇതിനെയുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള സംസാരിക്കുന്നതിനെ, അതിൽ മുഴുകുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്ന അല്ലാഹ ലാ യുഹിബ്ബു അൽ ഫാഹിഷ അൽ മുതഫഹിഷ. നബി സല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല ഇതുപോലെയുള്ള മോശമായ സംസാരങ്ങൾ സംസാരിക്കുന്ന ചില ആളുകളെ കാണാം. അവർ എന്ത് സംസാരിച്ചാലും ഈ ജിനയുമായി ബന്ധപ്പെട്ട ഒന്നിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് പിന്നെ ആ രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കാം. നമ്മൾ ഡബിൾ മീനിങ് എന്നൊക്കെ പറയുമല്ലോ, ആ രീതിയിലാണ് സംസാരിക്കുക. അവരുടെ സ്വഭാവമായിട്ടുണ്ടാവും. അത് ഒരിക്കലും അവർ മുസ്ലിം യോജിച്ചിട്ടുള്ളതല്ല, അതുണ്ടാകാൻ പാടില്ല. അതാണ് ഫാഹിഷ് എന്ന് പറഞ്ഞാൽ. മുതഫഹിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അലങ്കാരമായി കൊണ്ടെടുക്കുക. അതിങ്ങനെ പറയുന്നത് സ്വന്തത്തെ പറ്റിയും അതുപോലെയൊക്കെ പറയാന്നുള്ളത് അത് നല്ല കാര്യമായിട്ട് കൊണ്ടെടുക്കുന്ന അതിന്റെ ഫാഹിഷിന്റെ അങ്ങേയറ്റത്തെ ഒരു അവസ്ഥയ്ക്കാണ് മുത്തഫഹിഷ് എന്ന് പറയുന്നത്.
അപ്പോ അതുപോലെയുള്ള കാര്യങ്ങൾ മ്ലേച്ഛമായ കാര്യങ്ങൾ സംസാരിക്കുക, അത് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത വെറുക്കുന്ന കാര്യമാണ്. അതിനെ സൂക്ഷിക്കണം. ഇതൊക്കെ റിഫ്ഖിനെതിരാണ്. റിഫ്ഖ് എന്ന് പറഞ്ഞാൽ, സൗമ്യത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന, ഇതിനെല്ലാം എതിരായി നിലനിൽക്കുന്ന ഒരു സ്വഭാവ ഗുണമാണ് റിഫ്ഖ് എന്ന് പറയുന്നത്. അടുത്ത ബാബ്, ബാബു റിഫ്ഖി ഫിൽ മഈശതി. തന്റെ ഉപജീവനം, തന്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഉപജീവനം, അതല്ലെങ്കിൽ തന്റെ ജീവിത രീതി, ജീവിത ശൈലി, അതിൽ റിഫ്ഖ് ഉണ്ടാവുക എന്നുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ഹദീസുകൾ സ്വഭാവത്തിലും മറ്റുമെല്ലാം റിഫ്ഖ് ഉണ്ടാവുക എന്ന് പറഞ്ഞത്. എന്നാൽ ഒരാളുടെ ജീവിത ശൈലിയിലും ജീവിത രീതിയിലും റിഫ്ഖ് ഉണ്ടാവണം. അതാണ് ഈ ബാബിൽ പറയുന്നത്. ഒരു സംഭവം കാണാം. അൻ കസീർ ഇബ്നു ഉബൈദ് ഖാല, കസീർ ഇബ്നു ഉബൈദ് പറയുകയാണ്. കസീർ ഇബ്നു ഉബൈദ് എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ റളിയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് കസീർ ഇബ്നു ഉബൈദ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മൗലയാണ്, അഥവാ അടിമയായിട്ട് സ്വന്തനായിട്ടുള്ള ആളാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ റളിയാണ്. റളി എന്ന് പറഞ്ഞാൽ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ്. ആയിഷ ബീവിയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ്. ഒന്നെങ്കിൽ ആയിഷ ബീവിയുടെ ഉമ്മയിൽ നിന്ന് പിന്നെ കസീർ ഇബ്നു ഉബൈദ് മുലപ്പാൽ കുടിച്ചിട്ടുണ്ടാവും, അത് ആവശ്യമായ നിലക്കുള്ളത്. അതുപോലെ അല്ലെങ്കിൽ തിരിച്ചിട്ടും ഉണ്ടാകും. അപ്പോ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ്, അഥവാ മഹ്റമാണ്. അപ്പോ പറയാണ്, ദഖൽതു അലാ ആയിഷത ഉമ്മിൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹാ ഫഖാലത്. ഞാൻ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പോയി. സഹോദരനാണ്, ആയിഷ റളിയല്ലാഹു അടുക്കലേക്ക് പോയി. അപ്പോ എന്നോട് പറഞ്ഞു, വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, അംസിക് ഹത്താ ഉഖൈതു നുഖബതി. നീ പിന്നെ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാനൊന്ന് എന്റെ ഈ നുഖബത്ത് എന്ന് പറഞ്ഞാൽ ഒരു വസ്ത്രമാണ്, അന്ന് ധരിക്കുന്ന ഒരു തരത്തിലുള്ള വസ്ത്രമാണ്. ആ വസ്ത്രം ഞാനൊന്ന് തുന്നട്ടെ, അത് ഞാൻ തുന്നുകയാണ്, അത് തുന്നി തീരട്ടെ എന്ന് പറഞ്ഞു. അതായത് വസ്ത്രം കീറിയിട്ടുണ്ട്, അത് ഞാൻ തുന്നുകയാണ്, അത് തുന്നി തീർക്കട്ടെ എന്ന് പറഞ്ഞു. ഫംസക്തു. അപ്പൊ കസീർ ഇബ്നു ഉബൈദ് പറയാണ്, ഞാൻ അങ്ങനെ കാത്തു നിന്നു. അപ്പോ വേറെ വസ്ത്രം ഇല്ലാത്ത ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ ഉള്ള വസ്ത്രം തുന്നുന്ന അവസ്ഥയിലായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഈ സഹാബി കാത്തു നിൽക്കുകയും കുറച്ചു കഴിഞ്ഞ് അംസിക് ഹത്താ അഖീത നുഖബതി, എന്റെ വസ്ത്രം തുന്നുന്ന വരെ നീ കാത്തു നിൽക്കണമെന്ന് പറഞ്ഞു. അംസക്ത, സഹാബി പറഞ്ഞു, ഞാൻ കാത്തു വെയിറ്റ് ചെയ്തു. ഫഖുൽതു, അങ്ങനെ ഞാൻ കാത്തു നിൽക്കുമ്പോൾ സഹാബി പറയാണ്, പിന്നെ ഞാൻ പറഞ്ഞു, യാ ഉമ്മൽ മുഅ്മിനീൻ, ഉമ്മുൽ മുഅ്മിനീൻ ലൗ ഖറജ്തു ഫഅഖ്ബർതുഹും, ഞാൻ പോയിട്ട് ആളുകളോട് അറിയിക്കട്ടെ ഈ കാര്യം, അഥവാ നിങ്ങൾ ഇടാനൊരു വസ്ത്രം ശരിക്കില്ലാതെ ഒരു കീറിയ വസ്ത്രം തുന്നിയിട്ടാണ് ഇടുന്നത് എന്ന് ആളുകളെ ഞാൻ അറിയിച്ചാൽ അവരെല്ലാവരും നിങ്ങൾ അഥവാ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു പിശുക്കിയാണ് എന്ന് വിചാരിക്കും എന്ന് പറഞ്ഞു. അതായത് ആയിഷ റളിയല്ലാഹു അൻഹ ഒരു വസ്ത്രമില്ലാതെ അത് കീറിയ വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ വന്ന റബി ആയിട്ടുള്ള തന്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരൻ വന്നപ്പോൾ വേറെ വസ്ത്രമല്ല, തുന്നി കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിക്കാൻ പറഞ്ഞു. അപ്പൊ വ്യക്തി പറഞ്ഞു, ഞാനത് ആൾക്കാരോട് പറയട്ടെ, നാട്ടിലെ ആളുകളോട് പറയട്ടെ, അവര് അപ്പൊ കണക്ക് കൂട്ടും, നിങ്ങളൊരു എന്താണ് പിശുക്കിയായിട്ടുള്ള, അതായത് ഒരു വസ്ത്രം അതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാന്ന് വിചാരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ കാലത്ത് അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അബ്സിർ ശഅനക്, നീ നിന്റെ കാര്യം നോക്കിയിരുന്നാ മതി. ഇന്നഹു ലാ ജദീദ ലിമൻ ലാ യൽബസുൽ ഖലഖ, ഒരു പുതിയതായിട്ട് ഒരാൾക്കൊന്നും കിട്ടുന്നില്ല, അവൻ മുഷിഞ്ഞ അല്ലെങ്കിൽ കീറിപ്പറിഞ്ഞ ഒരു പഴയ വസ്ത്രം ധരിച്ചവനല്ലാതെ. അതായത് ഇത് അറബി ഭാഷയിൽ കവിതകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്. ആയിഷ റളിയല്ലാഹു അൻഹ ഭാഷയിൽ ബലാഗയിലും കവിതയിലൊക്കെ നല്ല കഴിവുള്ള ആളായിരുന്നു. ഇത് ഈ ഒരു വാക്ക്, ഈ ഒരു പ്രയോഗം പല കവിതകളിലും ഉപയോഗിച്ചു വന്നിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഇന്നഹു ലാ ജദീദ, ഒരാൾക്കും പുതിയതില്ല, ലിമൻ ലാ യൽബസ് അൽ ഖലഖ, അതാ പിന്നെ ഖലഖ ഉദ്ദേശിച്ചത് മുഷിഞ്ഞത കീറിപ്പറഞ്ഞ പഴയ വസ്ത്രം ധരിച്ചവന് മാത്രമേ എന്തുണ്ടാവുള്ളൂ, പുതിയത് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത്. അപ്പൊ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരാൾക്ക് പുതിയത് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്, പഴയ വസ്ത്രങ്ങൾ ഉണ്ടായിട്ട് പുതിയത് കിട്ടുമ്പോഴാണ് പുതിയത് ഉണ്ടാവുക. ഒരാൾ എപ്പോഴും പുതിയ വസ്ത്രങ്ങൾ ധരിക്കുകയാണെങ്കിൽ എന്താണ് അതിലർത്ഥം ഉണ്ടോ? അയാൾക്ക് പുതിയത് എന്നുള്ളൊരു ഫീൽ ഉണ്ടാവുമോ, വികാരം ഉണ്ടാവുമോ? ഇല്ല, അയാൾക്ക് എല്ലാം ഒരുപോലെ ആയിരിക്കും.
അപ്പോ പഴയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ജീവിത രീതിയിൽ ഉണ്ടായിരുന്ന റിഫ്ഖിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പലപ്പോഴും ഇന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഏറ്റവും മുന്തിയ വസ്ത്രം, ഏറ്റവും മുന്തിയ വാഹനം, അതായത് ഒരു ലക്ഷറി ജീവിതം, അങ്ങനെ ഒരു കാര്യമാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതൊക്കെ. പക്ഷെ ജീവിതത്തിൽ കാണിക്കേണ്ട ഒരു റിഫ്ഖ് ഉണ്ട്. നമ്മുടെ വേഷത്തിൽ, നമ്മുടെ വസ്ത്രത്തിൽ, നമ്മുടെ ബാക്കിയുള്ള ജീവിത മേഖലയിൽ അതിൽ കാണിക്കുന്ന റിഫ്ഖിൽ പെട്ടിട്ടുള്ളതാണ് എപ്പോഴും മുന്തിയത് മാത്രം ധരിക്കുക എന്നല്ലാതെ ഉള്ളത് തന്നെ. അതായത് ചില ആളുകളെ കാണാം, ചില ആളുകൾ, എല്ലാവരും എന്നല്ല, ചില ആളുകൾ അവർ ഒരു പുതിയ വസ്ത്രം 1-2 തവണ മാത്രമേ ഇടുള്ളൂ. അതിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു കറ വന്നു, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു കീറൽ വന്നു, തുന്നി ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറിയ രീതിയിൽ തന്നെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കുന്ന ആളുകളൊക്കെ കാണാം. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ വസ്ത്രം പഴയത് തന്നെ ഉപയോഗിച്ച് ജീവിക്കുന്ന രീതിയിൽ, ജീവിത ശൈലിയിൽ ഒരു റിഫ്ഖ് കാണിക്കണം എന്നറിയിക്കാനാണ് ഈ ഹദീസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ വേറെയും ധാരാളം സംഭവങ്ങൾ കാണാം. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ധാരാളം സമ്പത്ത് ഭരണാധികാരിയിൽ നിന്നോ അല്ലാത്ത രീതിയിലോ ലഭിക്കുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹ അതെല്ലാം നൽകിക്കൊണ്ട് തന്റെ കീറിയ ഹിമാർ, പഴയ കീറിപ്പറഞ്ഞ അല്ലെങ്കിൽ തുന്നിച്ചേർത്തിട്ടുള്ള ഹിമാർ മാത്രം ധരിച്ചുകൊണ്ട് ഇരുന്ന സംഭവങ്ങളെല്ലാം കാണാൻ സാധിക്കും. ആ രീതിയിലെല്ലാം ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അപ്പോ ജീവിതത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു റിഫ്ഖ് നമ്മൾ കാണിക്കേണ്ടതുണ്ട് എന്ന് അറിയിക്കാനാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഈ ബാബിൽ ഇങ്ങനെ ഒരു ഹദീസ്, ഇങ്ങനെ ഒരു റിവായത്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആലോചിക്കണം, നമ്മുടെ സമ്പത്ത് ചെലവഴിക്കുന്നിടത്ത് നമ്മൾ ഇതുപോലെ പിന്നെ ഇസ്റാഫോട് കൂടി അല്ലെങ്കിൽ ഈ തരത്തിൽ ഒരു ജീവിത രീതിയിൽ ഒരു റിഫ്ഖ് ഇല്ലാതെയാണോ ജീവിക്കുന്നത് എന്ന് നമ്മൾ സ്വയം പരിശോധിക്കേണ്ടതാണ്. അടുത്ത ബാബു യുഅ്തൽ അബ്ദു അല റിഫ്ഖ്, ഒരു അടിമക്ക് റിഫ്ഖിൽ നിന്ന് നൽകപ്പെടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. عن عبد الله بن مغفل رضي الله عنه عن النبي صلى الله عليه وسلم قال عبد الله بن مغفل رضي الله عنه പറയാണ് إن الله رفيق يحب الرفق, നേരത്തെ പറഞ്ഞ അല്ലാഹു റഫീഖാണ്, റിഫ്ഖിനെ ഇഷ്ടപ്പെടുന്നവനാണ്. ويعطي عليه ما لا يعطي على العنف, ആ റിഫ്ഖ് ഉള്ളവർക്ക് അല്ലാഹു തആല നൽകുന്നത്, ഉൻഫ് എന്ന് പറഞ്ഞാൽ പരുഷ സ്വഭാവം, അതുപോലെയുള്ള റിഫ്ഖിന്റെ എതിരായിട്ടുള്ളത്, അങ്ങനെയുള്ളവർക്ക് നൽകുന്നതിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എല്ലാ മേഖലയിലും. നമ്മൾ മനസ്സിലാക്കണം, റിഫ്ഖോട് കൂടിയ ഒരു കാര്യത്തിൽ നമ്മൾ ഇടപഴകുന്നുണ്ട് എങ്കിൽ അതിലെന്താണോ ഒരാൾക്ക് ലഭിക്കേണ്ടത്, കച്ചവടത്താണെങ്കിൽ അതിന്റെ റിസ്ക്, കുടുംബത്തിലാണെങ്കിൽ അതിന്റെ സമാധാനം, അല്ലെങ്കിൽ സമൂഹത്തിലാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ആളുകൾക്കിടയിലാണെങ്കിൽ ഇജ്ജത്താണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടത്, റിസ്കോട് കൂടി ഒരാൾ ഇടപഴകുമ്പോൾ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നൽകും. എന്നാൽ പരുഷമായിട്ടാണ് ഇടപഴകുന്നത് എങ്കിൽ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകില്ല. അതിൽ നൽകുന്നതിനേക്കാൾ എന്ത് ലഭിക്കും? റിസ്കോട് കൂടി ഏത് കാര്യം ചെയ്യുന്നിടത്തും ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട, നമ്മൾ പരിശ്രമിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് റിസ്ക് എന്ന് പറയുന്നത്. അടുത്ത ബാബു തസ്കീൻ. തസ്കീൻ എന്ന് പറഞ്ഞാൽ സക്കീനത്ത്, അല്ലെങ്കിൽ ആളുകളെ സമാധാനിപ്പിക്കുന്ന, ആളുകളെ ശാന്തമാക്കുന്ന അവസ്ഥ. ഇതിലെ ഹദീസ് عن أنس بن مالك رضي الله عنه قال قال النبي صلى الله عليه وسلم, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യസ്സിറൂ വലാ തുഅസ്സിറൂ, യസ്സിറൂ നിങ്ങൾ എളുപ്പമാക്കുക, നിങ്ങൾ എളുപ്പമാക്കുക, വലാ തുഅസ്സിറൂ നിങ്ങൾ ഞെരുക്കമാക്കരുത്. അഥവാ ഏതൊരു വിഷയത്തിലും, പ്രത്യേകിച്ച് ദീനിന്റെ വിഷയത്തിലോ അല്ലാത്ത വിഷയത്തിലാണെങ്കിലും ഒരിക്കലും ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന, ഞെരുക്കമാകുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ എന്താക്കരുത്, ആ കാര്യത്തെ ആക്കരുത്. അതിന്റെ അർത്ഥം ദീനൊന്നും ചെയ്യണ്ട, അപ്പൊ സുബഹി നിസ്കരിക്കാൻ ബുദ്ധിമുട്ടാണ്, നിസ്കരിക്കണ്ട, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, സുന്നത്ത് അനുസരിക്കാൻ ബുദ്ധിമുട്ടാണ്, അത് ചെയ്യണ്ട, അതല്ല അതിന്റെ ഉദ്ദേശം. പക്ഷെ ആളുകളോട് ദീന് പറയുമ്പോഴാവട്ടെ അല്ലെങ്കിൽ ഇടപഴകുമ്പോഴാവട്ടെ അത് ഒന്ന് എളുപ്പമാകുന്ന, അവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനാക്കി കൊടുക്കുക. ഒരിക്കലും ഇതിങ്ങനെ എന്ന് പറഞ്ഞ ആളുകളെ ദീനിന്ന് അകറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഏത് മേഖലയിലും അവരെ ദീനിന്ന് അകറ്റുന്ന രീതിയിൽ ഒരു കാര്യത്തെ ആക്കരുത്. എന്നിട്ട് പറയാണ് വസക്കിനു വലാ തുനഫിറു, അവരെ ശാന്തമായി അതനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ആ രീതിയിലാക്കുക. അവരെ ചിന്നിച്ചിതറുന്ന, ഇതെല്ലാം വിട്ട് ഓടിപ്പോകുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ ആക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് പ്രത്യേകിച്ചും ദഅവത്തിന് വേണ്ടി പോകുമ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിക്കാറുള്ള ഒരു വാക്കാണ്.
അതായത് ദഅവത്തിന്റെ മേഖലയിൽ പോകുമ്പോൾ വേറെ നാട്ടിലേക്ക് സ്വഹാബികളെ പറഞ്ഞയക്കുമ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ള ഒരു വാക്കാണിത്. ആളുകളോട് എളുപ്പമായിക്കൊണ്ടും ആളുകളെ നല്ല രീതിയിലായിക്കൊണ്ടും അവരോട് പരുഷമായ രീതിയിൽ പറയാതെ സമാധാനത്തിൽ ഒരു ശാന്തതയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ പല ദഅവത്തിലാവട്ടെ കുടുംബത്തിലാവട്ടെ എല്ലാം പല പ്രശ്നങ്ങൾ ഇതിന്റെ അനന്തര ഫലമായിട്ട് ഉണ്ടാകുന്നത് കാണാം. അവരിടപഴകുന്നതിൽ ഇപ്പോൾ ചില കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത് കാണാം. ഭാര്യയും ഭർത്താവ് കുറച്ച് ദീനൊക്കെ മനസ്സിലാക്കി വന്ന ആളായിരിക്കും. വിവാഹത്തിന് ശേഷം ഭാര്യയ്ക്ക് ദീൻ ഉണ്ടാവില്ല. അപ്പോൾ അതിന്റെ പേരിൽ അവർ ദീന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നല്ല രീതിയിലാവില്ല. ആ ഒരു ബുദ്ധിമുട്ടാകുന്ന അവസ്ഥ തിരിച്ചും ഉണ്ടാകും. അല്ലെങ്കിൽ പല മേഖലയിലും ഈ ഒരു അവസ്ഥ കാണാൻ സാധിക്കും. അങ്ങനെ ചെയ്യാതെ റിസ്കോടുകൂടി ഏറ്റവും നല്ല രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് അറിയിക്കാനാണ് ഈ ഹദീസുകൾ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ബാബ് ഇസ്തിനാഇൽ മാൽ, സമ്പത്തിനെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുക എന്നുള്ളത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള സമ്പത്തിനെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുക എന്നുള്ളത്. അനിൽ ഹാരിസ് ഹുവ ഇബ്നു ലഖയ്യത്ത് ഖാല, താബിഈങ്ങളിൽപ്പെട്ട ഹാരിസ് എന്നുള്ള വ്യക്തി പറയുകയാണ്, കാന റജുലു മിന്നാ തുൻതജു ഫറസുഹു ഫയൻഹറുഹാ, പറയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു, അവന്റെ പെൺകുതിര ഗർഭിണിയായി, അടുത്ത കുട്ടിക്ക് പ്രസവം നൽകിയ ഗർഭിണിയായി. ഫയൻഹറുഹാ, ആ സമയത്ത് ഇവൻ അതിനെ അറുത്തു. ഗർഭിണിയായി നിൽക്കുമ്പോൾ പെൺകുതിര ഗർഭിണിയായ സമയത്ത് ഇവൻ അതിനെ അറുത്തു. ഫയഖൂൽ, എന്നിട്ടാണ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന അഈഷു ഹത്താ അർകബ ഹാദാ, അയാൾ പറഞ്ഞു, ഇൻകാരിയായിട്ട് പറഞ്ഞു, ഇത് ഇനി ഈ കുട്ടീനെ ഉണ്ടായി ആ കുട്ടിയുടെ മേലെ ഞാൻ യാത്ര ചെയ്യുന്നവരൊക്കെ ഞാൻ ജീവിക്കോ? ഞാൻ അത്ര കാലം ജീവിക്കൂല. അതിനുമ്പ് തന്നെ ഇതിനെ അർത്ഥം നമുക്ക് മാംസം തിന്നാം, ഇതിനെ ഇനി വളർത്തി വലുതാക്കൊന്നും വേണ്ട, എന്തിനാ വെറുതെ ഇതിനെ വളർത്തി വലുതാക്കുന്നത് എന്ന നിലക്ക് അയാൾ പറഞ്ഞിട്ടാണ് അറുത്തത്. അതായത് ഒരാൾക്ക് ഒരു പെൺകുതിരയുണ്ട്, അത് ഗർഭിണിയായി, അപ്പൊ ഞാൻ ഒരു കുട്ടി ഉണ്ടായി, അതിനെ വളർത്തി വലുതാക്കി അതിന്റെ മേലെ എനിക്ക് യാത്ര ചെയ്യാൻ ഉപകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ അറുത്ത് ഭക്ഷിക്കുകയുണ്ടായി. അങ്ങനെ ഫജാഅനാ കിതാബ് ഉമർ, അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ പൊതുവായിട്ട് ആളുകളിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു അയച്ച ഒരു എഴുത്ത് അല്ലെങ്കിൽ ഒരു വിവരം കിട്ടി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അനസ്ലിഹു മാ റസഖകുമുല്ലാഹ് ഫഇന്ന ഫിൽ അംരി തനഫുസൻ, എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള റിസ്ഖിനെ നിങ്ങൾ നന്നായി കൊണ്ടു നടക്കുക. കാരണം കാര്യത്തിന് അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിനാവട്ടെ ആയുസ്സിനാവട്ടെ എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാം. ഇതെന്തിനാ അവിടെ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള സമ്പത്തിനെ അത് അയാൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കണം. അയാൾ വിചാരിക്കുകയാണ്, ഇത് ഞാനിപ്പോ മരിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ഇതൊക്കെ ഉപയോഗിച്ച് തീർക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ ആസ്വദിച്ച് തീർക്കാം. അല്ലെങ്കിൽ ഒരാൾക്ക് സമ്പത്തുണ്ട്, കുറെ കച്ചവടം ഉണ്ട്, അയാൾ കുറച്ച് കഴിഞ്ഞ് വിചാരിക്കുകയാണ്, എനിക്ക് ജീവിക്കാനുള്ള സമ്പത്തൊക്കെ ആയി, ഞാൻ കച്ചവടം നിർത്താം, ഇതൊക്കെ നിർത്തി പോവാം, അല്ലെങ്കിൽ ജീവിതമൊന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ ഇതിനൊക്കെ അങ്ങനെ ഇപ്പൊ ഇയാൾ ചെയ്ത പോലെ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. അത് അറിയിക്കാനാണ്. അതായത് അള്ളാഹു നൽകിയ റിസ്ഖിനെ അത് നല്ല രീതിയിൽ കൊണ്ടു നടന്ന് അത് വർദ്ധിപ്പിക്കാനുള്ള ഹലാലായ മാർഗങ്ങൾ ചെയ്തുകൊണ്ടാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് അറിയിക്കാനാണ് അത് കൊടുത്തിട്ടുള്ളത്. ഒരു ഹദീസ് കൂടി വായിച്ചാൽ അതിന്റെ ആശയം വ്യക്തമാകും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അടുത്ത ഹദീസാണ്. ഇൻ ഖാമത്തിസ് സാഅത്ത്, വിശ്വാസം പറയാണ്, ഇൻ ഖാമത്തിസ് സാഅത്തു വഫി യദി അഹദികും ഫസീലത്തുൻ, അന്ത്യനാൾ സംഭവിക്കാൻ പോവാണ്. പക്ഷെ നിങ്ങളുടെ ഒരാളുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ചെടിയുടെ തൈയുണ്ട്, ഒരു വൃക്ഷത്തിന്റെ തൈ നിങ്ങളുടെ കയ്യിലുണ്ട്. എന്നാൽ അന്ത്യനാൾ സംഭവിക്കാൻ ഇതിനെ നടാനുള്ള സമയം കൂടി ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ നടണം എന്ന്, അതായത് ആ തൈയിനെ ഭൂമിയിൽ കുഴിച്ചിടണം, അതൊരു വൃക്ഷമാകാൻ വേണ്ടി അത് കുഴിച്ചിടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇവിടെ അന്ത്യനാളിന്റെ സമയത്തെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചിട്ടല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ് വിഷയം എന്താണ്? ഒരു നന്മ വരും കാലത്തേക്ക് നിലനിൽക്കുന്ന രീതിയിൽ ഒരു നന്മ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കച്ചവടത്തിനെ ആ നിലക്കാക്കുന്നത്, നമ്മുടെ കന്നുകാലികളെ വളർത്തുന്നത് ആ നിലക്കാക്കുന്നത്, അങ്ങനെ ശ്രദ്ധിക്കണം എന്ന് അറിയിക്കാനാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും സമ്പത്തിനെയോ കച്ചവടത്തിനെയോ നശിപ്പിച്ച് കളയണം എന്നല്ല, അല്ലെങ്കിൽ ഉപയോഗിച്ച് തീർക്കണം, എനിക്ക് മാത്രം മതി എന്ന നിലക്കല്ല, അടുത്തുള്ള തലമുറയ്ക്ക് ലഭിക്കുന്ന രീതിയിൽ അതിനെ ഉപകരിക്കണം, അതിനെ ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ കാര്യം വന്നിട്ടുള്ളത്. അതുപോലെ മറ്റൊരു സംഭവം കാണാൻ, ഇബ്നു ജരീർ അമാറത്ത് ബിൻ ഹുസൈമ ബിൻ സാബിത്ത്, അമാറത്ത് ഹുസൈം ബിൻ സാബിത്ത് എന്ന് പറയാണ്,
ഉമർ അദ്ദേഹം പറയാണ്, ഞാൻ കേട്ടു ഉമർ റളിയല്ലാഹു അൻഹു ഉപ്പയോട് ഒരിക്കൽ ചോദിക്കേണ്ടായി, നിങ്ങളുടെ ഈ ഭൂമിയിൽ എന്താ നിങ്ങൾ കൃഷി നടത്താത്തത്, എന്താ നിങ്ങൾ ചെടികളൊന്നും നടാത്തത് ചോദിക്കേണ്ടായി. വാപ്പ പറഞ്ഞു, അന ശൈഖുൻ കബീറുൻ അമൂതു ഗദൻ, എനിക്ക് വയസ്സായി, ഞാൻ നാളെ മരിക്കും, ഇനിയിപ്പോ ഇത് നട്ടിട്ടും ഇതാക്കിയിട്ടൊക്കെ എന്താ ആവശ്യമുള്ളത്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, എനിക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിർബന്ധിക്കുകയാണ്, നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, അവിടെ കൃഷി നടണം, അവിടെ ചെടികൾ നടണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ മകൻ പറയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ വാപ്പയും ഉമർ റളിയല്ലാഹു അൻഹു കൂടിയിട്ട് അത് നടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഈ താബഈ പറയാണ്. അതായത് നമുക്ക് ലഭിക്കുന്ന, നമുക്ക് വൃക്ഷങ്ങൾ ലഭിക്കുന്നുണ്ട്, അതുപോലെ പല കാര്യങ്ങൾ ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ മുൻപുള്ള ആളുകൾ നട്ടേ കൊണ്ടും അതുപോലെ കാര്യം ചെയ്തുകൊണ്ടാണ്. അപ്പൊ വരും തലമുറകൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക, അത് കച്ചവടമാവട്ടെ, ഒരു ചെടി നടലാവട്ടെ, നന്മകളാവട്ടെ, ചെയ്യുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടുള്ള കാര്യമാണ്. അള്ളാഹു നൽകിയിട്ട് റിസ്കിനെ നന്നാക്കി കൊണ്ടുവരിക, നല്ല രീതിയിൽ നോക്കുക എന്നുള്ളത് ഇബാദത്തിന്റെ ഭാഗമാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാതെ അതിൽ അലംഭാവം കാണിച്ച്, അതിൽ അശ്രദ്ധ കാണിച്ച് കളയാനുള്ളതല്ല, അതിൽ വീഴ്ച വരുത്തി നശിപ്പിക്കാനുള്ളതല്ല, നല്ല രീതിയിൽ കൊണ്ടു നടക്കണം എന്നതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസുകൾ അടുത്ത ദിവസം നോക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.